നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉഡായിപ്പുകൾ നടത്തിയ രാഷ്ട്രീയ നേതാക്കൾ പലരുണ്ടെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ സ്ഥാനം ഇവരിൽ എല്ലാവർക്കും മുകളിലാണ്. വായ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന, സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, എന്നാൽ താൻ എന്തോ മഹാനാണ് എന്ന് സ്വയം പുകഴ്ത്തുന്ന ഒരു വ്യക്തിയാണ് കേജ്രിവാൾ. അഴിമതിക്കെതിരെ രംഗത്ത് വന്നിട്ട് ഡൽഹി കണ്ട തീവെട്ടിക്കൊള്ളയിൽ ഒന്നിൽ ജയിലിൽ കിടക്കുകയാണിപ്പോൾ കേജ്രിവാൾ. ഇപ്പോൾ ജയിൽ അധികാരികൾ തന്നെ കൊല്ലാൻ നടക്കുകയാണ് എന്ന പുതിയ ഉഡായിപ്പുമായാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. ശരീരഭാരം ക്രമാതീതമായി കുറയുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ സത്യം അറിയുമ്പോഴാണ് ജനങ്ങൾ അവരുടെ തലയിൽ കൈവച്ചു പോകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില അപകടത്തിലാണ് എന്ന് പാർട്ടി നേതാക്കളുടെ വാദം തള്ളിയപ്പോൾ തീഹാർ ജയിൽ അധികൃതർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. കേജ്രിവാളിന് ജയിലിൽ നിന്ന് 2 കിലോ മാത്രമാണ് കുറഞ്ഞത് എന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. അതേസമയം കേജ്രിവാൾ കൃത്യമായ ഡയറ്റ് പ്ലാൻ പിന്തുടരുന്നുണ്ട് എന്നും വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നതെന്നും ജയിൽ അധികൃതർ കൂട്ടിച്ചേർത്തു. അതായത് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന മൃഷ്ടാന ഭോജനം മൂക്കുമുട്ടെ അടിച്ചു കയറ്റിയിട്ടാണ് കേജ്രിവാൾ പറയുന്നത് ജയിൽ അധികൃതർ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന്. ഇനി കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അതിനർത്ഥം സ്വന്തം കുടുംബം തന്നെയാണ് താങ്കളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന് ഭക്ഷണം നൽകാതെ ജയിൽ അധികൃതർ ദ്രോഹിക്കുന്നുവെന്നും അദ്ദേഹത്തെ കോമയിലേക്ക് തള്ളിവിടാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് ആം ആദ്മിയുടെ വാദം. 70 കിലോഗ്രാമിൽ നിന്ന് 61 കിലോഗ്രാമിലേക്ക് കേജ്രിവാളിന്റെ ഭാരം കുറഞ്ഞെന്നും അവർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. മാർച്ച് 21-ന് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കേജ്രിവാൾ അറസ്റ്റിലായതു മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയെ ചൊല്ലി AAPയും തീഹാർ ജയിൽ ഭരണകൂടവും തർക്കത്തിലാണ്. ഏപ്രിൽ 1-ന് ആദ്യമായി ജയിലിൽ വരുമ്പോൾ കേജ്രിവാളിന്റെ ഭാരം 65 കിലോഗ്രാം ആയിരുന്നുവെന്നും ഏപ്രിൽ 8-നും 29-നും ഇടയിൽ 66 കിലോഗ്രാം ആയിരുന്നുവെന്നും തീഹാർ റിപ്പോർട്ടിൽ പറയുന്നു. 21 ദിവസത്തെ ജാമ്യത്തിന് ശേഷം ജൂൺ 2-ന് ജയിലിൽ തിരിച്ചെത്തിയപ്പോൾ 63.5 കിലോഗ്രാം ആയിരുന്നു തൂക്കം. അതായത് കാര്യങ്ങൾ പകൽ വെളിച്ചം പോലെ കൃത്യമാണ് എന്നർത്ഥം. വീട്ടിൽ നിൽക്കുമ്പോൾ ഭാരം മനഃപൂർവ്വം കുറയുകയും അത് ജയിൽ അധികൃതരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് കേജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ലക്ഷ്യം. ഇത്തരമൊരു ആഖ്യാനം തെറ്റായ വിവരങ്ങളാലും ജയിൽ ഭരണകൂടത്തെ തളർത്താനുള്ള ഉദ്ദേശത്തോടെയാണ് ഉന്നയിക്കുന്നത്. ഗൂഢലക്ഷ്യങ്ങളാലും പൊതുജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാനാണ് ആം ആദ്മി പാർട്ടിയുടെയും ശ്രമമെന്നും അധികൃതർ പറഞ്ഞു. കേജ്രിവാളിന്റെ പഞ്ചസാരയുടെ അളവും ഭാരവും പതിവായി നിരീക്ഷിച്ചു വരികയായും എല്ലാ രോഗങ്ങൾക്കും മതിയായ ചികിത്സ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ദിവസവും 3 നേരം വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണമാണ് കേജ്രിവാൾ കഴിക്കുകയും ചെയ്യുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി.